ശുദ്ധോദ മഹാരാജാവിന്റെ കൊട്ടാരത്തിലെ ഉദ്യാനം. അവിടെ പറന്നെത്തിയ രണ്ട് അരയന്നങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു സിദ്ധാർത്ഥ രാജകുമാരൻ. പൊടുന്നനെ ഒരമ്പ് പാഞ്ഞു വന്ന് അരയന്നങ്ങളെ ഒന്നിന്റെ ദേഹത്ത് തറച്ചു. ശുദ്ധോദ രാജാവിന്റെ സഹോദരപുത്രനായ ദേവദത്തനായിരുന്നു അമ്പയച്ചത്. സിദ്ധാർത്ഥൻ ഓടിച്ചെന്ന് പക്ഷിയെ കയ്യിലെടുത്ത് മുറിവിൽ മരുന്ന് വെച്ച് ആശ്വസിപ്പിച്ചു. ഇതിനെ ചൊല്ലി സിദ്ധാർത്ഥനും ദേവദത്തനുമായി ഉണ്ടായ തർക്കം രാജസദസ്സിലുമെത്തി. സിദ്ധാർത്ഥൻ ചെയ്തതാണ് ശരി എന്ന് ശുദ്ധോദ മഹാരാജാവ് വിധിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് സിദ്ധാർത്ഥൻ പരമമായ ജ്ഞാനം നേടി ശ്രീബുദ്ധനായി. ഭാരതത്തിന്റെ വടക്കു കിഴക്ക് ഭാഗത്തുള്ള കപിലവസ്തു എന്ന രാജ്യത്തിലാണ് സിദ്ധാർത്ഥൻ ജനിച്ചത്. എന്നാണ് അദ്ദേഹത്തിന്റെ ജനനം? ഇക്കാര്യത്തെ പറ്റി പല അഭിപ്രായങ്ങളുമുണ്ട്. അശോക ചക്രവർത്തിയുടെ കിരീടധാരണത്തിന് 218 വർഷം മുമ്പാണ് ശ്രീബുദ്ധന്റെ ജനനം എന്ന് ചില ലിഖിതങ്ങളിൽ കാണാം. 218 അല്ല, 180 വർഷം മുമ്പാണ് ജനനം എന്നാണ് മറ്റൊരഭിപ്രായം. BC 563 ബുദ്ധന്റെ ജനനം എന്നും ചിലർ പറയുന്നു. ഇത്തരം വേറെയും വാദഗതികളുണ്ട്. എന്തായാലും BC 6-ാം നൂറ്റാണ്ടിലാണ് ബുദ്ധൻ ജീവിച്ചിരുന്നതെന്ന് കരുതുന്ന പണ്ഡിതന്മാരാണ് അധികം. കുട്ടിക്കാലത്തെ ചിന്താശീലനായിരുന്നു സിദ്ധാർത്ഥൻ. ചുറ്റും കാണുന്ന ദാരിദ്ര്യവും ദുഃഖവും മറ്റും സിദ്ധാർത്ഥനെ ചിന്തിപ്പിച്ചു. 21-ാം വയസ്സിൽ സിദ്ധാർത്ഥൻ കൊട്ടാരം വിട്ടിറങ്ങി. ധ്യാനവും പണ്ഡിത സന്യാസിമാരുമായുള്ള സംഭാഷണവും ഒക്കെയായി സിദ്ധാർത്ഥൻ യാത്ര ചെയ്തു. ഒരിക്കൽ ഒരു അരയാലിന്റെ ചുവട്ടിൽ സമാധിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി. അന്നു മുതലാണ് സിദ്ധാർത്ഥൻ ബുദ്ധനായി മാറിയത്. തനിക്ക് കൈവന്ന ജ്ഞാനം ലോകത്തിന് പകർന്നു കൊടുക്കണം ബുദ്ധൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ കേട്ട് അനവധി പേർ ശിഷ്യന്മാരായി. മഗധയിലെ രാജാവായിരുന്ന ബിംബിസാരനും ബുദ്ധന്റെ ആരാധകനായിരുന്നു. ബുദ്ധവചനങ്ങൾ ശിലകളിൽ കൊത്തിവയ്ക്കാനുള്ള ഏർപ്പാടും ബിംബിസാരൻ ചെയ്യുകയുണ്ടായി. മനുഷ്യന്റെ ദുഃഖത്തിന് പരിഹാരമുണ്ടാക്കാനുള്ള ചില തത്വങ്ങൾ ബുദ്ധൻ ഉപദേശിച്ചു. പഞ്ചേന്ദ്രിയങ്ങളെ കീഴടക്കിയാൽ ദുഃഖത്തിന് അറുതിയുണ്ടാവും ബുദ്ധൻ പറഞ്ഞു. 80-ാമത്തെ വയസ്സിൽ ശ്രീബുദ്ധൻ ലോകം വെടിഞ്ഞു. എന്നാൽ ബുദ്ധന്റെ ആശയങ്ങൾ ശിഷ്യ പരമ്പരകളിലൂടെ ലോകമെങ്ങും പരന്നു.